ഞാൻ വ്യക്തിപരമായ ഒരു കാര്യം ചോദിക്കട്ടെ. കാരണം ജസ്റ്റിസ് ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്, ഈശ്വര വിശ്വാസിയാണ്. പക്ഷേ കമ്മ്യൂണിസത്തിലേക്ക് ആകർഷിക്കപ്പെടാൻ എന്തായിരുന്നു എന്ന് കാരണം? യഥാർത്ഥത്തിൽ ഞാൻ തെറ്റിദ്ധാരണ തീർക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും പറയുകയാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല, സോഷ്യലിസ്റ്റുകാരനാണ്. എന്നെ വാസ്തവത്തിൽ ആകർഷിച്ചത് കാൾ മാർക്സ് അല്ല, ലാസ്കിയാണ്. എൻ്റെ തത്വങ്ങൾ ജവഹർലാൽ നെഹ്റുവിൻ്റേതാണ്. പല ഫാസറ്റ്സിലും നോക്കുകയാണെങ്കിൽ. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരുടെ തത്വങ്ങളിൽ ദേശീയ തലത്തിലും മറ്റും എൻ്റെ അഭിപ്രായവുമായി യോജിക്കും. അവരുമായി ഞാൻ അങ്ങേയറ്റം അഭിപ്രായ ഭിന്നതയുള്ളതായ ഒരു വ്യക്തിയാണ് എന്ന് അവർക്കറിയാം. 1965 ഞാൻ തെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ എന്നെ അമ്പയെ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞ് EMS നമ്പൂതിരിപ്പാട് ക്യാമ്പയിൻ ചെയ്ത ആളാണ് തലശ്ശേരിയിൽ. അങ്ങേരുടെ മന്ത്രിസഭയിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഞാൻ ഏറ്റവും പ്രശസ്തമായ ജോലികൾ നിർവഹിച്ചതായ ഒരു മനുഷ്യൻ. പക്ഷേ അവരുടെ ചിഹ്നം വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാനില്ല. കാരണം ഞാനും നിങ്ങളുമായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ചിഹ്നം ധരിച്ച് നാട്ടുകാരന് മുമ്പ് പോയിട്ട് വോട്ട് ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങളുമായ 100 കാര്യങ്ങൾ ഞാൻ യോജിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ലെഫ്റ്റിസ്റ്റ്, കാതലായ ഒരു ലെഫ്റ്റിസം ഉണ്ട് എന്ന് ഞാൻ അംഗീകരിക്കുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾ ഡെമോക്രാറ്റിക് ഡിക്റ്റേറ്റർഷിപ്പ് പറയുന്നതായ കാര്യത്തിൽ ഞാൻ ഇല്ല. അതുമാതിരി മറ്റു പല കാര്യങ്ങളിലും വയലൻസ് ഉപയോഗിക്കാൻ വേണ്ടി വന്നാൽ ഉപയോഗിക്കാം, റെവല്യൂഷന് വേണ്ടി എന്ന് പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് തെളിഞ്ഞത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ വിമോചന സമരം വന്നപ്പോൾ പല കമ്മ്യൂണിസ്റ്റുകാരും എന്നോട് ഒന്ന് പറഞ്ഞു, സർ CP രാമസ്വാമി ഇറത്തെ ആളുകൾ തടങ്കലിൽ വെച്ചു, നിങ്ങളെന്തുകൊണ്ടാണ് ഈ പട്ടത്താനപ്പള്ളിയെയും ഈ മാന്നത്ത് പത്മനാഭനെയും തടങ്കലിൽ വെക്കുന്നില്ല? കരുതൽ തടങ്കൽ നിയമം നിലവിലുള്ള ഉള്ള കാലമാണ്. ഞാൻ പറഞ്ഞു, ഞാനൊരു ജനാധിപത്യ വിശ്വാസിയാണ്, ദയവ് ചെയ്ത് ഓർക്കണം. CP രാമസ്വാമിയിൽ ഞാനുമായിട്ടുള്ള വ്യത്യാസം അതാണെന്ന്. അയാൾക്ക് ഭരണഘടനയില്ല, എനിക്കൊരു ഭരണഘടനയുണ്ട്. അതുകൊണ്ട് ഞാൻ ഉള്ള കാലത്തോടെ ഞാൻ പ്രോസിക്യൂട്ട് ചെയ്യും കേസുണ്ടെങ്കിൽ, പക്ഷേ തടങ്കലിൽ വയ്ക്കില്ല എന്ന് പറഞ്ഞു. അത് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ രാജിവെച്ചേക്കാം. ജവഹർലാൽ നെഹ്റു വന്നു. എന്നിട്ട് 3 ഇനങ്ങളാണ് ഞങ്ങളോട് പറഞ്ഞത്. അതിൽ ഒന്ന്, ഒരു പോലീസ് അന്വേഷണം വേണം എന്ന് പറഞ്ഞു ഫ്ലോറിയെ കൊന്നതിന്. അപ്പോൾ ഇവർ പറഞ്ഞു, ഒരു കാലത്ത് നമുക്ക് സമ്മതിച്ചുകൂടാ, നമ്മുടെ പോലീസിനെ ഡീമോറലൈസ് ചെയ്ത് കളയും എന്ന് പറഞ്ഞു. അച്യുതമേനോൻ അല്ല, ആ കാഴ്ചപ്പാട് ഇന്നും ഇല്ലേ? പോലീസ് എന്ത് ചെയ്താലും, പോലീസിനെതിരെ നടപടിയെടുത്താൽ അവരെ ഡീമോറലൈസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനെ പിന്താങ്ങുന്ന സമീപനം ഇന്നും എല്ലാ പാർട്ടികളുടെ ഗവൺമെൻറ്റുകൾ പിന്തുണക്കുന്നത്. അതാണ് നിങ്ങൾ പറയുന്നത്, ഞാൻ യോജിക്കുകയാണ്. അതാണ് സ്ഥിതി ഇന്ന്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോലീസിൻ്റെ ഡീമോറലൈസേഷൻ കൊണ്ടൊരു എൻക്വയറി നടത്തില്ല പോലീസിൻ്റെ ചെയ്തികളെക്കുറിച്ച് എന്ന്. നമ്മുടെ പോലീസാണെന്ന് പറഞ്ഞ് നടക്കാൻ ഞാനില്ല. ഇതാ രാജി, ഞാൻ അങ്ങോട്ട് തരിക. അപ്പോഴേക്കും മലബാറിൻ്റെതായ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വളരെ സ്വാധീനം എനിക്കുണ്ട്. അവരൊന്ന് കൃഷ്ണയിൽ പോകാൻ പാടില്ല, എന്തായാലും വേണ്ട, ഞങ്ങൾക്ക് പോലീസ് എൻക്വയറി ചെയ്യാം എന്ന് സമ്മതിച്ചു. ഇതൊക്കെയാണ് സ്ഥിതി. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു സംശുദ്ധമായ ഇടതുപക്ഷ ആശയങ്ങളുള്ളതായ ഒരു ഐഡിയോളജിക്കലി ബേസ്ഡ് പാർട്ടി അല്ല, ഒരു മൂവ്മെൻറ്റ്, പാർട്ടിയല്ല, ഒരു മൂവ്മെൻറ്റ് സൃഷ്ടിക്കാൻ വേണ്ടി ഒരു പുതിയ പ്രസ്ഥാനം നമുക്ക് ആവശ്യമാണ്. അല്ല, കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ലെങ്കിലും ജസ്റ്റിസിൻ്റെ പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ജയിലിലടച്ചത് എന്തുകൊണ്ടാണ്? കമ്മ്യൂണിസ്റ്റുകാരെ ഞാൻ കേസുകളിൽ കൂടി സഹായിച്ചിരുന്നു. അവരുടെ കേസുകൾ കൃഷ്ണപിള്ളയായിരുന്നു മലബാറിൽ വന്നിരുന്നത്. കൃഷ്ണപിള്ള ഒട്ടേറെ ദിവസം എൻ്റെ വീട്ടിൽ വരാറുണ്ട്. കൃഷ്ണപിള്ള ആറോൺ വർക്കേഴ്സ് യൂണിയന് വേണ്ടി വേണ്ടിയാണ് വാദിക്കാൻ പറഞ്ഞത്. അപ്പോൾ അയാൾ വാദിക്കാൻ വേണ്ടി സഹായിക്കാൻ ഞാനേ ഉള്ളൂ. ഞാനും എൻ്റെ ജൂനിയേഴ്സും ഇങ്ങനെ വാദിച്ചു. കിസാൻ മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു, ശക്തിയായിട്ടുള്ള കിസാൻ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. KPR ഗോപാലൻ കൂട്ടറായിട്ടുള്ളവർ. അവർക്ക് വേണ്ടി വാദിക്കാനുള്ളതായ വക്കീലില്ല. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി വാദിച്ചു. ഇങ്ങനെ അപ്പോൾ ഇവരെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളും സിവിൽ കോടതികളിൽ എല്ലാ കേസുകളിലും ഏൽപ്പിച്ചവരുമായ കായം ദാമോദരൻ, മറ്റ് അതുമാതിരിയുള്ളതായ കുറേ മാന്യന്മാരെല്ലാവരും കൂടി പറഞ്ഞു, ഈ കൃഷ്ണയ്യർ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇവരെ ഒന്നും അടക്കാൻ കഴിയില്ല, ഈ കമ്മ്യൂണിസ്റ്റുകാരെ. എല്ലാത്തിനും ഇയാൾ കോടതി പോകും, ജാമ്യം മെഡിക്കലൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഇയാളെ തടങ്കലിൽ വയ്ക്കാതെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഫലം എന്താ ഉണ്ടായത്?
ഈ IGF പോലീസ് അന്ന് വിജയരാഘവൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ICS ആണ് അയാളും. അയാളുടെ അടുത്ത് കായത്താനും കൂട്ടും എല്ലാവരും കൂടി, കായത്താൻ ഞാൻ പറയുന്നത് ദാമോദരൻ വലിയ വ്യവസായ പ്രമുഖനും കോൺഗ്രസിന്റെ ഒരു പ്രധാന നേതാവും. അപ്പോൾ അവരെല്ലാവരും കൂടി ഓമന്തൂരിനെ അറിയിച്ചു ഈ IG മൂലം. ഈ മനുഷ്യൻ ബ്രാഹ്മണനും ആയതുകൊണ്ട് കൃഷ്ണയ്യർ ഒരു ബ്രാഹ്മണനാണ്, ഈ ICS കലക്ടർ അരുണാചലം ഒരു ബ്രാഹ്മണനാണ്, അതുകൊണ്ട് ഇയാളെ പിടിച്ചു വയ്ക്കുന്നില്ല. ഇയാളെ പിടിക്കാതെ കൊണ്ട് ഈ രാജ്യത്ത് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മദിരാശി ഗവൺമെൻറ്, ഓമന്തൂരുടെ ഗവൺമെൻറ്റാണ് എന്നെ ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടി ഓർഡർ ആക്കിയത്. എന്ത് കാരണം, ഞാൻ തടങ്കലിൽ വെച്ചു എന്നും ഇവർ ഒളിത്താവളം ഉണ്ടാക്കി കൊടുത്തു. എത്ര നാളെ ജയിലിൽ കഴിച്ചു? 30 ദിവസം. ആ 30 ദിവസം എനിക്ക് തോന്നുന്നത് ജീവിതത്തിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. അതെന്താണത്? കാരണം ദുഃഖം അനുഭവിക്കുന്നവർ, ക്രൂരത അനുഭവിക്കുന്നവർ, ഗവൺമെൻറ്റിൻ്റെ ടോർച്ചർ മുഴുവൻ അനുഭവിക്കുന്നവരുടെ സ്ഥിതി എന്താണ് എന്ന് നേരിട്ട് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. എന്താണെന്ന് വെച്ചാൽ എന്നെ അവർ ഡീറ്റെയിൽ ചെയ്തതായ ദിവസം രാത്രി നിങ്ങൾ ഓർക്കണം, രാത്രി ഞാൻ ഊണ് കഴിക്കുകയാണ് എൻ്റെ ഭാര്യയുമായിട്ട്. അങ്ങനെ എൻ്റെ കുട്ടി 4 ദിവസമായിരിക്കാം ജനിച്ചിട്ട്. ഞങ്ങൾ പിടിച്ചുകൊണ്ടുപോയി ആ ലോക്കപ്പിൽ വെച്ചു. അവർ രാത്രി പകൽ അടച്ച് ചെയ്ത കോടതി പോകണം. അപ്പോൾ എന്നെ ഒരുപക്ഷെ ജയിലിലേക്ക് അയക്കും. ജയിൽ സ്വർഗമാണ് ലോക്കപ്പ് നോക്കുകയാണെങ്കിൽ. ലോക്കപ്പിൽ അവിടെ ഇരുത്തി ഞാൻ സ്റ്റൂഡൻസിന് വേണ്ടി രാവിലെ എഴുന്നേറ്റ് പോകുന്നതായ സമയത്ത് പോലീസുകാരൻ അവിടെ മുമ്പിൽ നിൽക്കുക. നിങ്ങൾക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ കഴിയുക? ഇതാണ് ക്രൂവൽറ്റി ഇവരുടെ.